കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ ഭൂകമ്പമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം ചർച്ചാ വിഷയമായിരിക്കുന്നത്. സേവ് കൊളംബിയ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല ഭാഗങ്ങളിലായി ഓടുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ ഭീകരമായിട്ടുള്ള ഭൂകമ്പം 6.3 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും കൊളംബിയൻ തലസ്ഥാനമായിട്ടുള്ള ബൊഗോട്ട വലിയ രീതിയിൽ കുലുങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂകമ്പം വളരെ ശക്തമായതിനാൽ കെട്ടിടങ്ങൾ പലതും കുലുങ്ങാനും തകരാനും തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചകളും ദൃശ്യങ്ങളിലുണ്ട്. ഭൂകമ്പം ഉണ്ടായതോടെ തലസ്ഥാനത്തിന് ചുറ്റും സൈറനുകളും മുഴങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. കൊളംബിയൻ തലസ്ഥാനമായിട്ടുള്ള ബൊഗോട്ടയിൽ ഈ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയും അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നും മനസ്സിലാകുന്നു. 1999 ഭൂകമ്പത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നഗരത്തിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ജീവൻ രക്ഷിക്കാൻ ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. ഭൂകമ്പത്തിൽ ഇവിടുത്തെ പല റോഡുകളിലും വിള്ളലുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഭൂകമ്പത്തിൻ്റെ തീവ്രത വളരെ കൂടുതലായിരുന്നു. ഇത് കൂടുതൽ ആഘാതം സൃഷ്ടിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂകമ്പം കാരണം നിരവധി കെട്ടിടങ്ങൾ കുലുങ്ങുന്നത് കാണപ്പെട്ടു. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 1999 കൊളംബിയയിൽ ഉണ്ടായ ഭൂകമ്പമാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഭൂകമ്പം എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ഭൂകമ്പത്തിൽ 1200 പേരാണ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. അതായത് 1999 ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊളംബിയ ഇപ്പോൾ ഭൂകമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ ജാഗരൂകരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആൾക്കാരുടെ നാശനഷ്ടം ഉണ്ടാകാത്ത രീതിയിലുള്ള പല സാങ്കേതിക വിദ്യകളും കൊളംബിയ വികസിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇത്തവണ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.